ഈ കർണാടകയിലെ ഒരു ഭൂമി ഇടപാട് നമ്മൾ കേട്ടില്ലായിരുന്നു. ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് മറന്നോല്ലേ നിങ്ങൾക്ക് സൂചി കുത്താൻ ഇടയിലെടുത്ത് തൂമ്പ കയറ്റുന്ന ആളുകളായി. എന്നിട്ട് വെറുതെ കാര്യങ്ങൾ അവിടെ ഒന്നും വിജിലൻസ് പോയിട്ട് ഒരു അന്വേഷണം ഉണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം നടക്കും, ആ പ്രതികളെ പിടിക്കും, അതിലൊരു തർക്കമില്ല. ജയേന്ദ്രമാഷ് പറഞ്ഞതിനെ വിലക്കെടുക്കണം. പാലക്കാട് എന്തോ പ്ലാൻ ഉണ്ടെങ്കിൽ ആ വോട്ട് ചോരി എന്തെങ്കിലും പാലക്കാട് നടന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അല്ലാതെ പന്തളത്തും പാലക്കാട്ടുമായിരുന്നു രണ്ട് നഗരസഭ. അവിടെ ജയേന്ദ്രമാഷെ അവസാനം വരെ നിങ്ങൾ തമ്മിലടിയാണ്. പിന്നെ 10 കൗൺസിലർമാരെ കിട്ടിയത് തിരുവനന്തപുരത്തായിരുന്നു. ആ തിരുവനന്തപുരത്തുള്ള ആത്മഹത്യ നമുക്ക് സമാധാനപരമായിട്ട് പോകട്ടെ. എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ശരി, മഹാദേവപുരം വന്നാൽ മാത്രമേ ബിജെപിക്ക് സാധ്യതയുള്ളൂ. മുരളീധരനും ഇപ്പൊ കടിപിടി കൂടുന്ന കാര്യം ഒന്ന് തീർത്തിട്ട് ആരുടെ ചോദ്യം? അത് കടിപിടി അല്ലേട്ടോ മാഷേ. 3 നിങ്ങളെ സിറ്റിംഗ് കൗൺസിലർ ആത്മഹത്യ ചെയ്തതാ ഇവിടെ തിരുവനന്തപുരത്ത്. അല്ല, വേറെ ആത്മഹത്യ ഓരോ ആത്മഹത്യല്ല, സിറ്റിംഗ് കണ്ണിലെ കോല പ്രധാനപ്പെട്ട നേതാവ് മനസ്സിലാക്കണ്ട്. ഇതാ നിങ്ങളുടെ ഭരണം ഉള്ള സാഹചര്യം. ഇത് കേരളത്തിലായതുകൊണ്ട് പുറത്തറിയുന്നത്. അല്ലെങ്കിൽ ജഡ്ജിമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൊല ചെയ്യപ്പെട്ടാൽ പുറം ലോകം പോലും അറിയുന്നില്ല നമ്മുടെ രാജ്യത്ത്. അതാ BJP. ഈ ചോദ്യം 3 പേരോട് ബംഗാൾ ഭരിക്കുന്ന BJP ആണോ ഇപ്പൊ? ഒരാളോട് ചോദിച്ചോളൂ. ഇവരില്ലല്ലോ. നിങ്ങൾ ഒരുമിച്ചാ തോൽപ്പിച്ചേ.